Hi everyone, welcome to Dream Distance Education. Today we are going to discuss our fourth chapter from block 1 in English in Daily Life. നമ്മുടെ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേരാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബോഡി ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും എത്ര ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ മുന്നേ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒന്നാണ് ബോഡി ലാംഗ്വേജ്, അല്ലേ? നമ്മൾ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ബോഡി ലാംഗ്വേജ് ഈസ് മസ്റ്റ് ഫോർ അവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ക്യാൻ സേ അല്ലെങ്കിൽ വി ക്യാൻ സ്പീക്ക് വേർഡ്സ്, അല്ലെ? അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ക്യാൻ സേ സംതിങ് യൂസിങ് വിത്ത് വേർഡ്സ്, അല്ലെ? വേർഡ്സുകളുടെ സഹായത്തോടു കൂടി നമ്മൾ സ്പീക്ക് ചെയ്യുന്നതാണ്, സംസാരിക്കുന്നതാണ് എന്ത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ വാട്ട് യു മീൻ ബൈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ എന്തായിരിക്കും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ സംസാരിച്ചാൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത്? അല്ല. ആനിമൽസ് ഉണ്ട്, അതുപോലെ ഡെഫ് ആൻഡ് ഡം പീപ്പിൾസ് ഒക്കെ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, അല്ലേ? അവരിലൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലേ? എങ്ങനെയാണ് അതൊക്കെ നടക്കുന്നത്? യെസ്, ത്രൂ അവർ ഐസ്, ബോഡി ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ്, അല്ലേ, എക്സെട്ര. ഓക്കെ, അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് എന്താ എന്നുള്ളതും ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ ബോർഡിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ബോഡി ലാംഗ്വേജ്, അല്ലേ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബോഡി ലാംഗ്വേജ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബോഡി ലാംഗ്വേജ് ഇൻ ഡേ ടു ഡേ ലൈഫ്, അല്ലെ? ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബോഡി ലാംഗ്വേജ് എന്ന് വരും. അതായത് നമ്മൾ ഇപ്പോൾ ഒരാളൊരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയുക, ഐ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ആ ബോഡി മൂവ്മെൻറ്റോ ഗസ്റ്റേഴ്സോ ഇത് എന്തെങ്കിലും നമ്മളൊരാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം എന്താണ് അവരവിടെ കൺവേ ചെയ്യുന്നതെന്ന്, അല്ലേ? അപ്പോൾ അതെന്താണ് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് ബോഡി ലാംഗ്വേജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, അല്ലെ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ പീപ്പിൾ കൺവേ തിങ്സ് നോട്ട് ഓൺലി ത്രൂ വാട്ട് ദേ സേ ബട്ട് ആൾസോ ത്രൂ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെ? ആളുകൾ അവർക്ക് പറയാനുള്ളത് വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമല്ല പറയുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയും ഇന്ന് പറയുന്നുണ്ട്, അല്ലെ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒരു എന്താ പറയുക, ഒരു 45 or 50, നോട്ട് 15, അല്ലെ? ഒരു 50% ഒന്നും എന്തിൽ വരുന്നില്ല, നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നില്ല. അതിലും കൂടുതൽ ഒരു എബോവ് 65 ഒക്കെ വരുന്നത് എന്ത് തന്നെയാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്, അല്ലേ? നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലെന്തുണ്ടായിരിക്കും? അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും, അല്ലേ? നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറ്റൻഷനിലായി കൈ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നിന്നിട്ടാണോ നമ്മൾ സംസാരിക്കുക? നെവർ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഐ മൂവ്മെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ എന്താണ് ബോഡി ലാംഗ്വേജ്, അതായത് ബോഡി മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും, ഗസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് എവിടെ സക്സസ് ആവാൻ പറ്റുള്ളൂ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? ദെൻ പിന്നെ പറയുന്നത് എന്താ നോക്കി നോക്കൂ, വൊക്കാബുലറി റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇനി കമ്മ്യൂണിക്കേഷന് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് നമുക്ക് ഇതിൽ നിന്നും പഠിക്കാൻ പറ്റും. ദെൻ ജോയിൻ സെന്റൻസസ് ഫോർ ഐഡിയാസ് ഇൻ യുവർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇനി എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? നമുക്ക് വേർഡ്സുകൾ വേണം, അല്ലെ? ഈ വേർഡ്സുകളെ നമ്മൾ 1, 2, 3 വേർഡ്സുകളെ നമ്മൾ എന്താണ്, 2ൽ കൂടുതൽ വേർഡ്സുകളെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? സെന്റൻസുകളാകുന്നത്. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ലെറ്റേഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴാണ് അതെന്താവും മാറുന്നത്? വേർഡ്സ് ആയി മാറുന്നത്. വേർഡ്സുകളെ ജോയിൻ ചെയ്യുമ്പോഴാണ് സ്മാൾ സെന്റൻസ്. ദെൻ എന്താണ്, വേർഡ്സുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എന്തായി മാറുന്നുണ്ട്? ബിഗ് സെന്റൻസ് ആയി മാറുന്നുണ്ട്, അല്ലെ? അപ്പോൾ എന്താ പറയാ, എങ്ങനെയാണ് സെന്റൻസ് മേക്ക് ചെയ്യുന്നത്, സെന്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഡെവലപ്പ് അവർ കമ്മ്യൂണിക്കേറ്റ്
സ്പീക്കിംഗ് സ്കിൽ ആൻഡ് ലിസണിങ് സ്കിൽ. സ്പീക്കിംഗ് സ്കില്ലും ലിസണിങ് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു യൂണിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡക്ഷൻ സെക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യനും അതിനോട് എന്താ പറയുക, ഒരു വാം സെഷൻ പോലെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മളോട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളതൊന്ന് റീഡ് ചെയ്യാം. Our communication with someone involve verbal and non-verbal communications. Learning and understanding body language and non-verbal communication is just as important as understanding verbal communication. അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വിത്ത്, ഇപ്പം നമ്മൾ വായിക്കുന്ന ജസ്റ്റ് അതിൻ്റെ പോയിന്റുകളാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പോയിന്റുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പോയിന്റുകൾ യൂസ് ചെയ്യാം. ജസ്റ്റ് വായിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ. Our communication with someone involve verbal and non-verbal communication. Learning and understanding body language and non-verbal communication is just as important as understanding verbal communication. അല്ലേ, നമ്മുടെ എന്താ പറയുക, വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് മനസ്സിലാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകണം, നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ അതുപോലെ എന്താണ് ബോഡി ലാംഗ്വേജിലും നമുക്ക് എന്താണ് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, now we will understand what is our body language and how important it is in our day-to-day life. Different people convey things not only through what they say but although non-verbal communication. അല്ലേ, ആളുകൾ എന്താണ് പല തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെല്ലാം എന്തല്ല, വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമല്ല നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഐ കോണ്ടാക്ട് ആയിക്കോട്ടെ, ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, ഗസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറയാനുള്ള മെസ്സേജുകൾ നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട്. ഫർദർ വി വിൽ ഗോ ത്രൂ സം ന്യൂ വൊക്കാബുലറി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അതുപോലെ എന്താണ്, നമ്മൾ പുതിയ പുതിയ വൊക്കാബുലറീസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ while writing some descriptions we need to understand how to have a flow of ideas in our written communication by joining sentences. അല്ലെ, നമ്മളുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ സെന്റൻസുകൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, റിട്ടൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് സെന്റൻസുകൾ റൈറ്റ് ചെയ്യുന്നത്, സെന്റൻസുകൾ ജോയിൻ ചെയ്യുന്നത് എന്നെല്ലാം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. Okay, in this chapter we will do some role play as well as develop some speaking and listening skills to understand our language in proper manner. അല്ലെ, ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞതിൽ പറഞ്ഞു നമുക്ക് ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലും ലിസണിങ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഒരുപാട് റോൾ പ്ലേ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ, ഒരു കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ട് മനസ്സിലാക്കണം, ദെൻ അതിന് റിപ്ലൈ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പോഴാണ് അത് എന്താവുള്ളൂ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കോൺവെർസേഷൻ സക്സസ് ആവത്തുള്ളൂ അല്ലെ. അപ്പൊ അതെന്താണ്, നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ തിരിച്ചതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് സക്സസ് ആവുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് അതിൻ്റെ ലിസണിങ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത്രയാണ് ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ പോയിന്റുകളാണ്, ഇപ്പൊ ഞാൻ റീഡ് ചെയ്ത പോയിന്റുകളാണ് നമ്മളിവിടെ ബോർഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്, ബോഡി യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് നിങ്ങൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുക കേട്ടോ. വാട്ട് ഡസ് യുവർ ബോഡി ലാംഗ്വേജ് സേ അബൌട്ട് യു എന്നാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മളോട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ജസ്റ്റ് as important as verbal communication in day to day interaction with people. അല്ലെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും എന്താണ്, ഇന്ന് നമ്മുടെ ലൈഫിൽ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷന്റെ അത്രയ്ക്ക് അല്ലെ ഒപ്പത്തിനൊപ്പം എന്താണ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ മോർ ഓവർ ദാൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ക്യാൻ സ്പീക്ക് എ ലോട്ട് അബൌട്ട് യു ആസ് എ പേഴ്സൺ. നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫേസ് എക്സ്പ്രഷൻ അല്ലെ, നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമുക്ക് സന്തോഷം വരുമ്പോൾ, നമുക്ക് സങ്കടം വരുമ്പോൾ അല്ലെ, നമുക്കൊരു എന്താ പറയുക എക്സൈറ്റ്മെന്റ് വരുമ്പോൾ, നമുക്കൊരു വെറി വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, ഇതിനെല്ലാം നമ്മളുടെ മുഖത്ത് തന്നെ, നമ്മുടെ ഫേസിൽ തന്നെ എന്ത് വരുന്നുണ്ട്, ധാരാളം എക്സ്പ്രഷൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോൾ എന്താണ്, നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ എന്താ പറയാ അല്ലെ, നമുക്കറിയാം നമ്മുടെ എന്താണ്, നമുക്ക് എന്തൊരു ഫീലിംഗ് ഉണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മെസ്സേജ് അത് വരെ നമ്മുടെ മുഖത്തുനിന്ന് റീഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ക്യാൻ സ്പീക്ക് എ ലോട്ട് അബൌട്ട് യു ആസ് എ പേഴ്സൺ. അല്ലെ, ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് എന്താണ് റീഡ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. അവർ ഡ്രസ്, അവർ അപ്പിയറൻസ്, ദ വേ വി സിറ്റ് ഓർ സ്റ്റാൻഡ്, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ആ ഒരു ഡ്രസ്സിന്റെ സ്റ്റൈൽ, നമ്മുടെ അപ്പിയറൻസ്, നമ്മൾ പെരുമാറുന്ന ആ ഒരു രീതി, അതുപോലെ എന്താണ് ദ വേ വി സിറ്റ് ഓർ സ്റ്റാൻഡ്, നമ്മൾ നിൽക്കുന്ന രീതി, നമ്മൾ ഇരിക്കുന്ന രീതി, അല്ലെ, ദ വേ വി ടച്ച് അതർ പീപ്പിൾ, നമ്മൾ മറ്റുള്ള ആളുകളെ ടച്ച് ചെയ്യുന്ന രീതി, അവർ ഗസ്റ്റേഴ്സ്, നമ്മുടെ ഗസ്റ്റേഴ്സ്, all these have something to say about us. അല്ലെ, ഇതെല്ലാം ഒരാളെ കുറിച്ചിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, it is important to understand what our body language convey about us so that we are conscious of it. അല്ലെ, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താണ് മനസ്സിലാക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തിനോട് കോൺഷ്യസ് ആയിട്ടിരിക്കുകയാണ് എന്നുള്ളത് വരെ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. We could make some changes in it for our own benefit and for better interaction and communication. In this chapter you will read all about the body language. അല്ലെ, അപ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ, നമ്മുടെ എന്താ പറയുക അപ്പിയറൻസിൽ, നമ്മുടെ ഡ്രസ്സിങ്ങിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മൾ മറ്റൊരാളെ ടച്ച് ചെയ്യുന്നതിൽ, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നതിൽ, നമ്മുടെ എന്താ പറയുക ഗസ്റ്റേഴ്സ്, ഇതിനെല്ലാം നമ്മളൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിന് നല്ലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിന് എന്താണ് ഒരു എന്താ പറയുക ബെനിഫിറ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു ഡോർ തുറന്ന് മേ കമിൻ എന്ന് ചോദിച്ച് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ടൈം ആവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇടിച്ച് കയറി പോവില്ല ഒരിക്കലും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് എ നോട്ട് എന്താ പറയുക നല്ലൊരു രീതി അല്ല അത്, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വന്ന് മേ കമിൻ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് മുതലുള്ള നമ്മുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ അപ്പിയറൻസ് എന്താണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, നമ്മുടെ ഡ്രസ്സിങ് എന്താണ്, നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ എന്താണ്, ഇതെല്ലാം ആര് വാച്ച് ചെയ്യും? ഒരു ഇന്റർവ്യൂവർ വാച്ച് ചെയ്യും, അല്ലെ. എന്താ പറയാ, അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ ടെൻസ്ഡ് ആണോ, നമ്മൾ സ്മാർട്ടായിട്ട് ഇരിക്കുകയാണോ, നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി ഇരിക്കുകയാണോ, ഇതെല്ലാം ആർക്ക് മനസ്സിലാക്കും? നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ നമ്മൾ പറയുന്ന ആൻസറുകൾ നമ്മൾ ടപ്പേന്ന് ആൻസർ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ആ ഒരു നമുക്ക് ചിലപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിനൊക്കെ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് കറക്റ്റ് അല്ല, നമ്മൾ പറയുന്ന ആ ഒരു രീതി, നമ്മുടെ ആ ഒരു ഡ്രസ്സിങ്, ഇതൊന്നും കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? നല്ലൊരു ജോബ് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ട്രൂത്ത്ഫുള്ളി. ഇനി അവിടെ കുറച്ചൊരു 6 ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളോട് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാനാണ് പറഞ്ഞത്. വാട്ട് ഡസ് യുവർ ബോഡി ലാംഗ്വേജ് സേ അബൌട്ട് യു? അപ്പൊ ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ പറയുമ്പോൾ അതിനനുസരിച്ച് അറിയാം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയാണ്: യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ആൻ ആർഗ്യുമെന്റ് ആൻഡ് ഗെറ്റിംഗ് വെരി ആംഗ്രി. വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ആംസ്? രണ്ടുപേരും നമ്മളിങ്ങനെ വളരെയധികം, അല്ലെങ്കിൽ എന്താ പറയാ, യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ആൻ ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണ്, അതിന്റെ മിഡിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെ. നമുക്കതിങ്ങനെ കേൾക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ആംസ്? നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. വേവിങ് ദം വൈൽഡ്ലി, അവരെന്താണ് രണ്ടുപേരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തും. ഹോൾഡിംഗ് ദം അറ്റ് യുവർ സൈഡ്സ്, അതെന്താണ് രണ്ടുപേരെയും നിങ്ങളുടെ 2 സൈഡിലേക്ക് നിർത്തും. ദെൻ ദേ ആർ ക്രോസ്ഡ്, അവരെ എന്താണ് ക്രോസ് ചെയ്താക്കും. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആൻസർ നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് വെക്കുക. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: യുവർ ഫ്രണ്ട്സ് ആർ സപ്പോസ്ഡ് ടു മീറ്റ് യു അറ്റ് എ പാർട്ടി ബട്ട് ദേ ആർ ലൈറ്റ്. യു ഡിസൈഡ് ടു എന്താണ്? യുവർ ഫ്രണ്ട്സ് ആർ സപ്പോസ്ഡ് ടു മീറ്റ് യു അറ്റ് എ പാർട്ടി ബട്ട് ദേ ആർ ലൈറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു പാർട്ടിയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അവരെന്താണ് ലേറ്റ് ആയിട്ടാണ് വന്നത്. വാട്ട് യു ഡിസൈഡ്? നിങ്ങൾ എന്താണ് ഡിസൈഡ് ചെയ്യാന്ന്? സ്ട്രൈക്ക് അപ്പ് എ കോൺവെർസേഷൻ വിത്ത് ദ നിയറസ്റ്റ് പേഴ്സൺ. pour yourself a drink and take a seat.
വെയിറ്റ് ഫോർ യുവർ ഫ്രണ്ട്സ് ഔട്ട്സൈഡ്. ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചൂസ് യുവർ ആൻസർ. ഓക്കെ, ദെൻ തേർഡ് വൺ, യു ആർ ഇൻ എ ജോബ് ഇന്റർവ്യൂ, ഓൾ ഓഫ് ദ സഡൻ തിങ്സ് ഗെറ്റ് വെരി ക്വയറ്റ്, വാട്ട് ഡു യു ഡു? നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഇരിക്കുകയാണ്, ഓൾ ഓഫ് ദി സഡൻ തിങ്സ് ഗെറ്റ് വെരി ക്വയറ്റ്, എല്ലാം എന്താണ് ക്വയറ്റ് ആയിട്ട് വരികയാണ്. ദെൻ വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്. ആസ്ക് ദ ഇന്റർവ്യൂവർ എ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ, ഷോ ആൻഡ് ഓർ ഡിസ്കസ് അനദർ എക്സാമ്പിൾ ഓഫ് യുവർ പാസ്റ്റ് വർക്ക്, സ്റ്റേ ബാക്ക് അറ്റ് ദ ഇന്റർവ്യൂവേഴ്സ് വെയിറ്റിംഗ് ഫോർ ദം ടു പ്രൊസീഡ്. ഇതിലേതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ, വെൻ യു ആർ ഇൻ എ ക്രൗഡഡ് പ്ലേസ്, നിങ്ങളൊരു ക്രൗഡഡ് പ്ലേസിലാണ്, ഫോർ ഇൻസ്റ്റൻസ് എ ഷോപ്പിംഗ് മാൾ, ഇപ്പോൾ ഒരു എന്താ പറയുക ഷോപ്പിംഗ് മാളാണെന്ന് വിചാരിക്കുക. ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ വർക്ക്? എങ്ങനെയാ വരുന്നത്? സ്ലോ, ലുക്കിംഗ് അറ്റ് എവറിത്തിങ്, പതുക്കെ എല്ലാം നോക്കിക്കൊണ്ട് നടക്കും. മീഡിയം, അത് നല്ല പതുക്കെ അല്ല എന്നാൽ ഒരു സാധാ മീഡിയം ലെവലിൽ നമ്മൾ നടക്കും. സ്റ്റോപ്പിംഗ് ഓൺലി വേർ യു നീഡ് ടു ഡു, നിങ്ങൾക്ക് എവിടെ ആവശ്യമുണ്ടോ അവിടെ മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ദെൻ ഫാസ്റ്റ്, ഗെറ്റിംഗ് വാട്ട് യു നീഡ് ആൻഡ് ലിവിങ്, ഫാസ്റ്റിൽ നടന്ന് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് കയറേണ്ട ആവശ്യം അവിടെ കയറി നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി ജസ്റ്റ് വേഗം പോവും. ഇതിലേതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ റെയിൻ വെയിറ്റിംഗ് ഫോർ എ ബസ് വെൻ എ കാർ ഡ്രൈവ്സ് ത്രൂ എ ഹ്യൂജ് പട്ടിൽ ആൻഡ് സോക്ക് യു വിത്ത് മഡി വാട്ടർ യു വുഡ്. നമ്മളിങ്ങനെ മഴയത്ത് നിൽക്കുകയാണ്, അവിടെ ഒരു ചെളിക്കുണ്ടുണ്ട്, മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റോഡുകളിലൊക്കെ വെള്ളം നിൽക്കും, കാറ് ഇതൊന്നും നോക്കാതെ ചീറി പാഞ്ഞു പോവുകയാണ്, ആ ചളിവെള്ളം അങ്ങനെ നമ്മുടെ ഡ്രസ്സിലേക്ക് സ്പ്ലാഷ് ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? യെൽ അറ്റ് ദ ഡ്രൈവർ ആൻഡ് കിക്ക് ദ സൈഡ് ഓഫ് ദ കാർ, ആ ഡ്രൈവറെ നമ്മൾ ചീത്ത പറഞ്ഞ് കാറിലേക്ക് ഒരു ചവിട്ട് കൊടുക്കും. Buy yourself a new outfit on the way to work. Hide in your cubs all day. ഓക്കെ, അതിലേതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സിക്സ്ത് വൺ, the last picture you saw yourself was, നിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് പിക്ചർ, നിങ്ങൾ കണ്ട നിങ്ങളുടെ ലാസ്റ്റ് പിക്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? സോ നൈസ്, ഫ്രെയിംഡ് ഇറ്റ്, നന്നായിട്ടുണ്ട്, നമുക്കത് ഫ്രെയിം ചെയ്യാം എന്ന് വിചാരിച്ചു. നോട്ട് ബാഡ് ആക്ച്വലി, അല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ദ വേഴ്സ്റ്റ് ഫോട്ടോ എവർ, എന്നത്തെക്കാളിലും വേസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ. ഇതിൽ ഏതാണ് നിങ്ങൾ തിങ്ക് ചെയ്തതെന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കുക എന്തായിരിക്കും? നോട്ട് ബാഡ് അല്ലേ? എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഇഫ് യു ഹാവ് ടിക്ഡ് ദ സെക്കൻഡ് ഓപ്ഷൻ ഇൻ ദ ലീസ്റ്റ് 4 ഓഫ് ദ 6 ക്വസ്റ്റ്യൻ ആസ്ക്ഡ്, യുവർ ബോഡി ലാംഗ്വേജ് സജസ്റ്റ് ദാറ്റ് യു ആർ ക്വൈറ്റ് എ ബാലൻസ്ഡ് പേഴ്സൺ ആൻഡ് ഡു നോട്ട് ഗെറ്റ് നെർവസ് ഓർ ഗേറ്റഡ് ഈസിലി. അല്ലെ, എന്താണ് ഇതിലെ ഒരു 6 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യനും നിങ്ങൾ ഏകദേശം ഒരു രണ്ടാമത്തെ ആൻസർ ആണ് കൊടുത്തിറച്ചെങ്കിൽ നിങ്ങൾ ഒരു നോർമൽ പേഴ്സൺ ആണ്, ബാലൻസ്ഡ് പേഴ്സൺ ആണ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷോയിങ് and discussing another example of your past work when things get very quiet all of a sudden suggest that you are quite a balanced person and know how to tackle such a situation. Instead of staring back at the interviewers, you get into a conversation about something that is likely to benefit you. Yelling at the driver and kicking the side of the car when a car drives through a puddle and sock you, or waving your hands wildly if you are upset in the middle of an argument are non-verbal ways of communicating that you get upset easily. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇനി വരുന്നത് റീഡിങ് കോംപ്രഹെൻഷൻ 5 സിറ്റുവേഷൻസ് ആണ്. ഒരു 5 സിറ്റുവേഷൻ തന്നിട്ട് അത് നിങ്ങളോട് വായിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യുക. ദെൻ ജസ്റ്റ് നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, നമുക്ക് സ്പീക്കിങ്ങിനാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം,
അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സുകൾ അല്ലെ, നമുക്കൊരു കോൺവെർസേഷൻ ആവശ്യമുള്ള വേർഡ്സുകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാനുള്ള വേർഡ്സുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വൊക്കാബുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേർഡ്സുകളുടെ ഒരു കൂട്ടം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് വൊക്കാബുലറി ഈസ് ദ കീ ടു കമ്മ്യൂണിക്കേഷൻ എന്നാണ്. വൊക്കാബുലറി ഈസ് ദ കീ ടു കമ്മ്യൂണിക്കേഷൻ. വൊക്കാബുലറി എന്ന് പറയുന്നതാണ് എന്ത്? കമ്മ്യൂണിക്കേഷന്റെ ഒരു കീ എന്ന് പറയുന്നത്. ഈ വൊക്കാബുലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവുകയുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർ എ large majority of learners, the ultimate goal of studying is to be able to communicate in a new language. അല്ലെ, എന്താ പറയുന്നത്? ഫോർ എ ലാർജ് മെജോറിറ്റി ഓഫ് ലേണേഴ്സ്, അതായത് ഒരു ലാർജ് മെജോറിറ്റി ഓഫ് ലേണേഴ്സിനും എന്താ വരുന്നത്? അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സ്റ്റഡിങ് ഈസ് ടു ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയൊരു ലാംഗ്വേജിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്താണ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു അൾട്ടിമേറ്റ് ഗോളായി മാറുകയാണ് ലേണേഴ്സിനൊക്കെ എന്നാണ് ഇവർ പറയുന്നത്. ദെൻ ഇഫ് യു ഡു നോട്ട് വിഷ് ടു ലേൺ കംപ്ലീറ്റ്ലി ഓൺ നോൺ വെർബൽ സ്കിൽസ്, മാസ്റ്ററിംഗ് വൊക്കാബുലറി ഈസ് നോട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ക്രൂഷ്യൽ ഇൻ എ ഫോറിൻ ലാംഗ്വേജ് എൻവയോൺമെന്റ്. അല്ലെ, എന്താണ്? നമ്മൾ ഒരു ഫോറിൻ ലാംഗ്വേജിലേക്ക് നമുക്ക് കൺവേ ചെയ്യണമെങ്കിൽ ഇഫ് യു ഡോണ്ട് വിഷ് ടു ലേൺ കംപ്ലീറ്റ്ലി, അല്ലെ, നമുക്ക് എന്താണ് നമുക്കത് കംപ്ലീറ്റ്ലി ആയിട്ട് ലേൺ ചെയ്യാൻ കഴിയില്ല എങ്കിൽ നോൺ വെർബൽ സ്കിൽസ്, നമ്മുടെ നോൺ വെർബൽ സ്കിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? മാസ്റ്ററിംഗ് വൊക്കാബുലറി ഈസ് നോട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ക്രൂഷ്യൽ ഇൻ എ ഫോറിൻ ലാംഗ്വേജ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. Then words must be understood in the context in which they occur. Improve your vocabulary by reading a lot. നമുക്ക് വേർഡ്സുകൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇതിനാകെ ഒരു നമുക്ക് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുന്ന സമയത്ത് മീനിങ്സ് മനസ്സിലാവാതിരിക്കുക എന്നതായിരിക്കും നമ്മുടെ മെയിൻ പ്രശ്നം വരുന്നത്. അല്ലെ, വേർഡ്സുകൾ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും മേ ബി, ബട്ട് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് മീനിങ്. അല്ലെ, ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മദർ ടങ് എന്താണ്? മലയാളമാണ്. അല്ലെ, അപ്പൊ ഈ മലയാളത്തിൽ നമ്മൾ എന്ത് കേട്ട് കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. മലയാളത്തിൽ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് അത് കൺവേ ചെയ്യുന്ന മെസ്സേജ് അല്ലെങ്കിൽ മീനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് വാട്ട് അബൌട്ട് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഈസ് എ ഫോറിൻ ലാംഗ്വേജ്. അല്ലെ, നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്താണ്? ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതെന്താണ്? അത് നമ്മൾ പഠിച്ചെടുക്കണം, നമുക്കത് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് റീഡ് ചെയ്യണം. അല്ലെ, നമ്മുടെ റീഡിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുക? വൊക്കാബുലറിയിലുള്ള ആ ഒരു നേട്ടം നമുക്കുണ്ടാവുള്ളൂ. അല്ലെ, നമ്മൾ എത്രത്തോളം നന്നായി റീഡ് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് വേർഡ്സുകളുടെ ഒരു എന്താ പറയാ ഒരു കൂട്ടം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേർഡ്സുകൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് വേർഡ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോ ഏത് വേർഡ്സ് വേണമെങ്കിലും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ആ വേർഡ്സുകൾ നമ്മുടെ മെമ്മറിയിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു നമ്മുടെ മെമ്മറിയിൽ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ ഒരു ഒറ്റ വഴിയുള്ളൂ, റീഡ് എ ലോട്ട്. നന്നായിട്ട് റീഡ് ചെയ്യുക. നന്നായിട്ട് റീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ? വൊക്കാബുലറീസ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു പാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇൻസേർട്ട് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ബോക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ഓൺ ഇന്റർവ്യൂവിംഗ് വിത്ത് ബോഡി ലാംഗ്വേജ്. അല്ല, ഇന്റർവ്യൂവിംഗ് വിത്ത് ബോഡി ലാംഗ്വേജ് എന്ന ഒരു സെക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വേർഡ്സുകൾ ആദ്യം ഒന്ന് പറയാം. മാനർ, സിംസ്, ഫിംലി, ടെൻഡന്റീവ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ക്രിട്ടിക്കൽ, ബോഡി ലാംഗ്വേജ്, കോൺവെർസേഷണൽ സ്റ്റൈൽ, ഐ കോണ്ടാക്ട്, കോൺഫിഡൻസ് സ്റ്റൈൽസ്. ദീസ് ആൾ ആർ ദ വേർഡ്സ് ഗിവൺ ഫ്രം ദ ബോക്സ്. അല്ലെ, നമുക്ക് ബോക്സിൽ തന്നിട്ടുള്ള വേർഡ്സുകൾ ഇതെല്ലാമാണ്. ഇനി നമുക്ക് ആ സെന്റൻസ് വായിച്ച് അതിന്റെ ആൻസറോട് കൂടി വായിക്കാം. സോ ലിസൺ കെയർഫുള്ളി. Body language and dash can send signals that you have no energy, can't focus or just don't care. Body language and dash. അവിടെ എന്താ വരുന്നത്? Facial expressions. ഒന്നാമത്തത് facial expressions. Okay. Then രണ്ടാമത് വരുന്നത് facial expressions can send signals that you have no energy,
can't focus or just don't care. Then next sentence, regardless of stellar qualifications and positive words, you are not likely to get a job offer, career experts say. Second paragraph, a job seeker should have someone check his or her body language. Okay, body language before going to interviews. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് അവര് മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കും, ലിസൺ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ബിഫോർ ഗോയിങ് ടു ഇന്റർവ്യൂസ് ഷുഡ് eliminate irritating and fidgeting habit and try to match the speaking style and എന്താണ് മാനറേസ് അല്ലെ, അതായത് നമ്മളുടെ മാനർ, നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ മാനർ എന്താണ് എന്നുള്ളതും കൂടി അവർ ചെക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ഓഫ് ദ ഇന്റർവ്യൂവർ. Then you could be saying all the right things and be sending a completely different message with your body, said Kadi Vanyo, managing partner at DBM in Phonic. Body language is judged from the moment you walk into an interview room. If you are dash firmly, if you are firmly, better walk straight in with a spring in your step. അല്ലെ, നമ്മൾ എന്താണ് നല്ല എന്താ പറയാ, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. ഷേക്ക് ഹാൻഡ്, ഷേക്ക് ഹാൻഡ് എങ്ങനെ നമ്മൾ ഷേക്ക് ഹാൻഡ്, സോറി അവിടെ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെ വരുന്നത്, ജസ്റ്റ് ആ ഒരു പാസേജ് ഒന്നും കൂടി പറയാം കേട്ടോ. ബോഡി ലാംഗ്വേജ് ഈസ് ജഡ്ജ്ഡ് ഫ്രം ദ മൊമെന്റ് യു വാക്ക് ഇൻ ടു ഇന്റർവ്യൂ റൂം. ഇഫ് യു ആർ ടെൻഡന്റീവ് എന്നാണ് വരിക. ഫോർത്ത് വൺ വരുന്നത് ടെൻഡന്റീവ് എന്നാണ് വരുന്നത്. poking your head in or knocking lightly, you may be perceived as someone who lacks confidence. Fifth one, confidence ആണ്. Better walk straight in with a spring in your step. Okay, then sixth point വരുന്നത് ഇവിടെയാണ്. Shake hand എങ്ങനെ, firmly. Shake hand firmly but not so strongly. നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കരുത്, ഫേം ആയിട്ട് കൊടുക്കുക. പിന്നെന്താ പറയുന്നത്, ദാറ്റ് യു ഗീവ് ദ ഇംപ്രഷൻ ഓഫ് ഹാവിംഗ് ബീൻ ആൻ ആം റെസ്ലർ. ഇഫ് യു ആർ നോട്ട് ഓഫേർഡ് എ ചെയർ, പിക്ക് അപ്പ് ദ വൺ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ഓർ അഡ്ജസന്റ് ടു ദ ഇന്റർവ്യൂവർ. ഡോണ്ട് ആസ്ക് വേർ ടു സിറ്റ്. ഇറ്റ് മേ സീം ദാറ്റ് യു കാൺട്ട് തിങ്ക് ഫോർ യുവർ സെൽഫ്. ഹൗ യു സിറ്റ് ഈസ്. ഏഴാമത്തെ, ഇനി നിങ്ങൾ ഇരിക്കുന്നത് എങ്ങനെയാണോ, എന്താണ് ഈ ഹൗ യു സിറ്റ് ഈസ് കോൺവെർസേഷണൽ സ്റ്റൈൽ. നമ്മൾ എങ്ങനെ ഇരിക്കണം, ഒരു കോൺവെർസേഷന് റെഡി ആയിട്ട് ഇരിക്കുന്നത് പോലെ ഇരിക്കണം. കോൺവെർസേഷണൽ സ്റ്റൈൽ 2. അവോയ്ഡ് ദ ഗുഡ് സ്റ്റുഡന്റ് സിൻഡ്രോം. റാംറോഡ് സ്ട്രൈറ്റ്, ഫീറ്റ് ഫ്ലാറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് ഹാൻഡ്സ് ഫോൾഡഡ് ഇൻ യുവർ ലാപ്പ്. നമ്മൾ കൈകൾ നമ്മുടെ മടിയിൽ വെച്ച് എന്താണ്, കാലുകളൊക്കെ ഒതുക്കി സ്ട്രൈറ്റ് ആയിട്ട് നല്ല എന്താ പറയാ, ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിൽ വേണം നമ്മൾ ഇരിക്കാൻ എന്നാണ് പറയുന്നത്. Then the message you are sending to your interviewer is that you are someone who is uptight may be too serious, Vano says. You also don't want to be too like a long-time friend who happened by, crossing leg, resting an arm along the back of chair and tapping toes in rain aren't going to win over the interviewer. Then 8th point വരുന്നുണ്ട്. Try to mirror the dash. അവിടെയാണ് എന്ത് വരുന്നത്, കോൺവെർസേഷണൽ സ്റ്റൈൽ. എന്നാൽ നമ്മൾ കോൺവെർസേഷണൽ സ്റ്റൈലിലായിട്ടാണ് ഇരിക്കണം ഒരു ആളോട് സംസാരിക്കുന്നത്. ഓഫ് യുവർ ഇന്റർവ്യൂവർ, ഇഫ് ഹി ഓർ ഷീ സ്പീക്ക് സോഫ്റ്റ്ലി, ബ്രിങ് ഡൗൺ യുവർ ലെവൽ ഇഫ് the talk sound quick and excited. Pick up your piece. Matching styles will allow the interviewer to focus on what you are saying, not how you are saying it, she says. Maintain eye contact but don't get into some kind of സ്റ്റാറിങ് match. അല്ലെ, എന്താണ് നമ്മൾ തുറച്ചു നോക്കി നിൽക്കരുത്, പക്ഷെ ജസ്റ്റ് നമ്മൾ എപ്പോഴും എന്ത് വേണം,
ആ ഒരു ഇന്റർവ്യൂവറുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട്, ഇന്റർവ്യൂവറുമായിട്ടുള്ള ആ ഒരു ഐ കോണ്ടാക്ട് നന്നായിട്ട് ഉണ്ടായിരിക്കണം. അതായത് ഇന്റർവ്യൂവിന് വരുന്ന ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മുഖത്ത് നോക്കി, ഫേസിൽ നോക്കി, കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. When asked a question, you can look off as you formulate a response, but reply by looking your interviewer in the eye. അല്ലെ, നമ്മളോട് ഇന്റർവ്യൂവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി തന്നെ വേണം ആൻസർ പറയാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഒരു 10 ഡാഷുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ 10 വേർഡുകളാണ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്, രണ്ടാമത് വരുന്നത് ബോഡി ലാംഗ്വേജ് ആണ്, മൂന്നാമത് വരുന്നത് മാനേഴ്സിസ് ആണ്, ദെൻ ടെൻഡന്റീവ് ആണ്, ദെൻ 5th വൺ കോൺഫിഡൻസ് ആണ്, 6th വൺ ഫേംലി ആണ്, 7th വൺ ക്രിട്ടിക്കൽ ആണ്. 7th വൺ ക്രിട്ടിക്കൽ അവിടെ വരുന്നത് ഹൗ യു സിറ്റ് ഈസ് ക്രിട്ടിക്കൽ ടു, അല്ലെ, ക്രിട്ടിക്കൽ ടു അവോയ്ഡ് ദ ഗുഡ് സ്റ്റുഡന്റ് സിൻഡ്രോം, അല്ലെ, അവോയ്ഡ് ദ ഗുഡ് സ്റ്റുഡന്റ് സിൻഡ്രോം. Ramrod straight, feet flat on the floor and hands folded in your lap. നമ്മൾ നല്ല ക്രിട്ടിക്കൽ ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ കൈകളെല്ലാം മടിയിൽ വെച്ച് കാലുകളൊക്കെ ഒതുക്കി വേണം നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. ഓക്കെ. ദെൻ 8th വൺ വരുന്നത് കോൺവെർസേഷണൽ സ്റ്റൈൽ, 9th വൺ സ്റ്റൈൽസ്, ദെൻ ലാസ്റ്റ് 10th വൺ ഐ കോണ്ടാക്ട്. ഓക്കെ. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ വൊക്കാബുലറി, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒരു വെബ് കമ്മ്യൂണിക്കേഷനും ഒക്കെ വേണ്ട കുറച്ച് വേർഡ്സുകളാണ്. അപ്പൊ ഈ വേർഡ്സുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതുപോലെ ഇത്തരത്തിലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മേ ബി എക്സാമിന് സെന്റൻസുകൾ തന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ, ബ്ലാങ്ക് ആയിട്ട് സെന്റൻസ് തന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇതാണ് വരുന്നത്. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ഇത് പറഞ്ഞു അല്ലെ, നമ്മൾ എങ്ങനെയാണ് ഒരു ബോഡി ലാംഗ്വേജിൽ നമ്മളെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ദെൻ ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നത് കുറച്ച് സിറ്റുവേഷൻ തന്നിട്ട്, അതായത് ഫസ്റ്റ് വരുന്നത് രവി ഹൈഡ് ഹിസ് ഡിസപ്പോയിന്റ്മെന്റ് എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു 5 സിറ്റുവേഷൻ, ഓക്കെ, 5 സിറ്റുവേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 5 സിറ്റുവേഷൻ ഓരോ പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ്, രവി ഹൈഡ് ഹിസ് ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം. ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാം, ബാക്കി നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കാം. അപ്പൊ അതിൽ പറയുന്നത് ഇതാണ്, രവി ഹാസ് ജസ്റ്റ് ബീൻ ടോൾഡ് ദാറ്റ് ഹി ഹാസ് നോട്ട് റിസീവ്ഡ് ദ പ്രൊമോഷൻ ദാറ്റ് ഹി ഹാഡ് എക്സ്പെക്ടഡ്. അല്ലെ, അവിടെ വരുന്ന സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രവി അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു. ബട്ട് അതെന്താണ്, ഡിഡ് നോട്ട് ഗെറ്റ്, റിസീവ്ഡ് ചെയ്തില്ല. ഹാസ് നോട്ട് റിസീവ്ഡ് ദ പ്രൊമോഷൻ, അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയില്ല. ഹി ഫീൽസ് വെരി ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് ആംഗ്രി, അദ്ദേഹത്തിന് വളരെയധികം ഡിസപ്പോയിന്റ്മെന്റും തോന്നി, വളരെയധികം ദേഷ്യവും തോന്നി. ബട്ട് മാനേജസ് ടു കൺട്രോൾ ഹിസ് എക്സ്പ്രഷൻ ആൻഡ് ഗസ്റ്റേഴ്സ്, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു എക്സ്പ്രഷനും ഗസ്റ്റേഴ്സും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. ബാക്ക് അറ്റ് ഹിസ് ഡെസ്ക്, തിരിച്ചെങ്ങോട്ട് പോയിരുന്നു, അദ്ദേഹത്തിന്റെ ഡെസ്കിൽ പോയിരുന്നു. He is aware that his eyes are smarting and he can feel his mouth trembling. Ravi need a little time alone. രവിക്ക് എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന് വളരെയധികം അസ്വസ്ഥതകൾ തോന്നിയിരുന്നു അല്ലെ. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളൊരു പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും യാദൃശ്ചികമായി നമുക്കത് നഷ്ടപ്പെടുകയാണ്, കിട്ടിയില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായും എന്തുണ്ടായിരിക്കും, വളരെയധികം വിഷമം ഉണ്ടായിരിക്കും. ഒപ്പം തരാത്തതിൽ ആ സുപ്പീരിയറിറ്റി ഓഫീസേഴ്സിനോടുള്ള ഒരു ദേഷ്യം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഫീലിംഗ്, അതിൽ നിന്ന് എന്താണ് ഫീലിംഗ് മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചു നേരം എന്തിരിക്കണമായിരുന്നു, രവി നീഡ് എ ലിറ്റിൽ ടൈം എലോൺ, രവിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് തോന്നിയത്. ഹിസ് മാനേഴ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ടോക്ക് ടു എനിവൺ, അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പൊ തോന്നിയ ഒരു മാനർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരോടും സംസാരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അല്ലെ. Then he looks down at his desk with his hand and on other side of his face and spread his eyebrows so that they create a physical barrier. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കൈകളൊക്കെ ഇങ്ങനെ നെറ്റിടയൊക്കെ വെച്ച് അദ്ദേഹത്തിന് എന്താണ് ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. Then this give the signal that he is concentrating and does not want to be disturbed. അല്ലെ, അപ്പോ മറ്റുള്ളവർക്ക് എന്താ തോന്നുന്നത്, അദ്ദേഹം വളരെയധികം കോൺസെൻട്രേഷനോട് കൂടി എന്തോ ചെയ്യുകയാണ്, ഇനി ആരും അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത് എന്ന ഒരു ഫീലിംഗ് ആണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നുന്നത് അല്ലെ.
This gives a signal that he is concentrating and does not want to be disturbed. അല്ലെ, ആരുമായി ഡിസ്റ്റർബ് ചെയ്യരുത് അല്ലെങ്കിൽ ആരും അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന ഒരു സിഗ്നൽ ആണ് അവിടെ വരുന്നത്. He reinforces this impression by surrounding himself with a pile of books and paper. അപ്പൊ ആ ഒരു രീതിക്ക് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു കെട്ട് പേപ്പറുകള്, കുറെ ബുക്കുകള് ഇതൊക്കെ കൊണ്ട് വന്ന് വെച്ചു എന്നാണ് പറയുന്നത്. Throughout the day he does not communicate with anyone. ആ ഒരു ദിവസം മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തില്ല, മറ്റുള്ളവരോട് സംസാരിച്ചത് തന്നെ ഇല്ല. Amit, his friend, tries to speak to him a couple of times. അല്ലെ, അമിത് എന്ത് ചെയ്തു, കുറച്ചു നേരം അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി വന്നു. ബട്ട് രവി ഡസ് നോട്ട് റെസ്പോണ്ട്. പക്ഷെ രവി എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിനോട് റെസ്പോണ്ട് ചെയ്തില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഒരു സിറ്റുവേഷനും അതിന്റെ ആ ഒരു പാസേജും. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ആ 3 ക്വസ്റ്റ്യൻ എന്ന്. വാട്ട് സോർട്ട് ഓഫ് ബോഡി ലാംഗ്വേജ് ഡസ് രവി യൂസ് ടു കീപ് അതേഴ്സ് എവേ? രവി മറ്റുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ബോഡി ഗസ്റ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത്? ഹി ക്രിയേറ്റ് എ ഫിസിക്കൽ ബാരിയർ ബൈ കവറിങ് ഹിസ് ഫേസ്. ഒരു ഫിസിക്കൽ ബാരിയർ, അദ്ദേഹത്തിന് ഫിസിക്കലായിട്ട് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്, തടസ്സമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹി കവറിങ് ഹിസ് ഫേസ്, കൈകൾ കൊണ്ട് മുഖം മറച്ചു വെച്ചു. Then he surrounded himself with a pile of books and papers. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കെട്ട് ബുക്കും കുറെ പേപ്പറുകളും ഒക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും വെച്ച് അദ്ദേഹം ബിസിയാണ്, എന്തിലോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയെടുത്തു അല്ലെ. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, വൈ ഡസ് രവി വാണ്ട് ടു കീപ് അതേഴ്സ് എവേ? എന്തുകൊണ്ടാണ് രവിക്ക് മറ്റുള്ളവരെ മാറ്റി നിർത്തേണ്ടി വന്നത് എന്നാണ് അല്ലെ. എന്താണ്, ഹി ഈസ് ഡിസപ്പോയിന്റഡ് ആൻഡ് ആംഗ്രി ബിക്കോസ് ഹി ഹാസ് നോട്ട് ഗോട്ട് ദ പ്രൊമോഷൻ ഹി എക്സ്പെക്റ്റഡ്. അദ്ദേഹം എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ പ്രൊമോഷൻ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. Then third one, without using words, Ravi conveys something to his colleagues. What does he convey through his body language? ഒരു വാക്കുപോലും സംസാരിക്കാതെ അപ്പോ രവിയുടെ സിറ്റുവേഷൻ എന്താണ് രവിക്ക് മറ്റുള്ളവരോട് കൺവേ ചെയ്യേണ്ടത് എന്നത് രവി അവിടെ തെളിയിച്ചു. എന്തായിരുന്നു ആ കാരണം എന്നാണ് ചോദിച്ചത്. എന്താണ്, ദാറ്റ് ഹി വാണ്ട്സ് ടു ബി ലെഫ്റ്റ് അലോൺ. അദ്ദേഹത്തിന് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പാസേജും അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും. ഇനി അതുപോലെ 3-4 പാസേജും അതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ പാസേജ് വായിച്ചു നോക്കുക, ദെൻ അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊരു ശ്രമിച്ചു നോക്കും കൂടി ആവാം. ഒപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, വേർഡ്സുകൾ കിട്ടുകയും ചെയ്യും. പഠിക്കാൻ മീനിങ് അറിയാത്ത വേർഡ്സുകൾ മീനിങ് നോക്കി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്പീക്കിംഗ് റോൾ പ്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലും അതുപോലെ ലിസണിങ് സ്കില്ലും ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റോൾ പ്ലേ കുറച്ച് സിറ്റുവേഷൻ വന്നിട്ട് അതിന്റെ റോൾ പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമുക്ക് സ്പീക്കിംഗ് സ്കിൽ അതുപോലെ ലിസണിങ് സ്കില്ല്, അതായത് റോൾ പ്ലേ ആകുമ്പോൾ അതൊരു കോൺവെർസേഷൻ സ്റ്റൈലിലായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ റിപ്ലൈ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് തന്നെ ലിസണിങ്ങും കിട്ടും സ്പീക്കിങ്ങും കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, റോൾ പ്ലേ വിത്ത് അനദർ സ്റ്റുഡന്റ് അറ്റ് യുവർ സ്റ്റഡി സെന്റർ. ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ട്രൈ ടു യൂസ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് അക്കോർഡിംഗ് ടു റോൾ എന്നാണ് പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്, നിങ്ങളുടെ സ്റ്റഡി സെന്ററിലുള്ള ഒരു കുട്ടിയുമായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് ഒരു റോൾ പ്ലേ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ചെയ്തു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കി നോക്കൂ, 3 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, അമിത് വിസിറ്റ് എ ഫ്രണ്ട് മോഹൻ. ഹി ഫൈൻഡ് മോഹൻ വെരി ക്വയറ്റ് ആൻഡ് വിത്ഡ്രോൺ ബട്ട് ഹി ഡസ് നോട്ട് ടെൽ അമിത് വാട്ട്സ് അപ്സെറ്റിംഗ് ഹിം അല്ലെ. അമിതിന് വളരെ അമിത്തിന്റെ ഫ്രണ്ട് മോഹനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അമിത്തിന് മോഹൻ വാസ് ക്വയറ്റ് and withdrawn, but he does not tell Amit what's upsetting him. Mohan's cultured hand and nervous speech gives away the fact that he is agitated. As Amit tried to handle him in a very understanding manner, get Mohan to speak up and to tell you what is troubling him.
use body language to show that you care. As Mohan use body language and non-verbal signals of being withdrawn. Create a barrier by keeping your books in front of you. അല്ലെ, അപ്പൊ എന്താണ് നമ്മളോട് ഓരോ സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ ഇമാജിൻ യു വൺ ഓഫ് യു ഈസ് ലൂക്ക് ആൻഡ് അനദർ ഈസ് സിതാർ. അല്ലെ, നിങ്ങൾ ലൂക്ക് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സിതാർ ആണ് എന്ന ഒരു രീതിയിലും നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുള്ള സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് റോൾ പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ റോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സിറ്റുവേഷൻ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് അതുപോലെ നമ്മുടെ എക്സ്പ്രഷൻസ് ഇതെല്ലാം കൊടുത്ത് നോൺ വെർബലും വെർബലുമായിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ റോൾ പ്ലേ നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അതർവൈസ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും നിങ്ങളുടെ കസിൻസോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ദെൻ ഇനി വരുന്നത് ഗ്രാമർ സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഗ്രാമർ സെക്ഷനിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഗ്രാമർ സെക്ഷനിൽ പഠിക്കാനുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസ് തന്നെയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിക്കുന്നതും നമ്മളുടെ എല്ലാവരുടെ മൈൻഡിലും എപ്പോഴും നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ടെൻസ് തന്നെയാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഇംഗ്ലീഷിൽ നമുക്ക് 12 ടെൻസ് ഉണ്ട്. അതിൽ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു ടെൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതുമാണ് ഈ ഒരു ടെൻസ് അല്ലെ. അപ്പൊ ആ ഒരു ടെൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ സംതിങ് അബൌട്ട് വാട്ട് ഡൺ ഇൻ അവർ പാസ്റ്റ് അല്ലെ. നമ്മുടെ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, പാസ്റ്റ് ടെൻസിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ കംപ്ലീറ്റഡ് ആക്ടിവിറ്റി ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അല്ലെ. പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ നമ്മൾ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് എൻഡഡ് ഇൻ ദ പാസ്റ്റ് അല്ലെ. അതെന്താണ്, പാസ്റ്റിൽ തന്നെ തുടങ്ങിയിട്ട് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്ന ഒരു സംഭവമാണ് എന്ത് ഈ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്. സം ഓഫ് ദ സെന്റൻസസ് ഇൻഡിക്കേറ്റ് ദാറ്റ് സംതിങ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അല്ലെ. എന്താണ്, പിന്നെ മുന്നേ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ എന്താ യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഷീ ബിലോങ്ഡ് ടു ആൻ ഒപ്രസ്ഡ് നാഷൻ. ബിലോങ്ഡ് ടു ആൻ ഒപ്രസ്ഡ് നാഷൻ. Then second one, there she met a man whose genius was akin to hers. Okay, then third one, later on he gave her advice. Okay, here these are the underlined words are past tense. ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സുകളാണ് നമുക്കിവിടെ പാസ്റ്റ് ടെൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്ത വേർഡ്സുകളുടെ ഒരു പ്രത്യേകത എന്താ നോക്കൂ. ബിലോങ്ഡ് ആണ്, മെറ്റ് ആണ്, ഗാവ് ആണ് അല്ലെ. ഈ 3 സെന്റൻസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു വേർഡിനെ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം വെർബിനെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ വെർബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്റ്റും പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ആക്കുന്നത് അല്ലെ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഈ ടെൻസുകളാണ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. ദെൻ അതിലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു വെർബിനെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചില വേർഡ്സുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. പക്ഷെ ചില വേർഡ്സുകളെ നമുക്ക് എന്താണ് പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അതിനെന്താ ചെയ്യുന്നത് നോക്കൂ. ഇവിടെ ഞാൻ 3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ബിലോങ് എന്ന ഒരു വേർബിനെ നമ്മൾ വേർഡിനെ എന്താക്കുന്നുണ്ട്, ബിലോങ്ഡ് എന്നാക്കുന്നുണ്ട്. ദെൻ കുക്ക് എന്ന വേർഡിനെ നമ്മൾ എന്താക്കുന്നുണ്ട്, കുക്ക്ഡ് എന്നാക്കുന്നുണ്ട്. ദെൻ പിന്നെന്താണ്, ടോക്ക് എന്ന ഈ വേർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോക്ക്ഡ് എന്നാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ള വ്യത്യാസം എന്താണ്, വി ആഡ് ED അല്ലെ. നമ്മൾ ഇതിന്റെ കൂടെ എന്താ ചെയ്തിട്ടുള്ളത്, ED ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 3 വേർഡിന്റെയും വ്യത്യാസം എന്താ വന്നത്, നമ്മളിത് പ്രസന്റ് ആണെങ്കിൽ ഇത് പാസ്റ്റ് ആണ്, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, വി ആഡ് ED അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ് അല്ലെ. ED എന്ന വേർഡുകൾ അല്ലെങ്കിൽ എന്താണ്, D അല്ലെങ്കിൽ ED ചേർത്തു. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ അല്ലെ, ED എന്നാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചേർക്കും, വെറും D എന്നും ചേർക്കാറുണ്ട്. അതേപോലെ ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇത്. ഇവിടെ എന്താ നോക്കി നോക്കൂ, സ്റ്റോപ്പ്, ക്രോപ്പ്. ഇതിനെ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്തത്, സ്റ്റോപ്ഡ്, ക്രോപ്ഡ്. എന്താ ചെയ്തത്, ഇവിടെ ലാസ്റ്റ് ഉള്ള വേർഡിന്റെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു,
ED എന്ന് എഴുതി. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ക്രോപ്പ് എന്നാണ്, ഇവിടെ സ്റ്റോപ്പ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ലാസ്റ്റ് ഉള്ള വേർഡിനെ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ED ചേർക്കുകയാണ് ചെയ്തത് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലായില്ല എന്താ ചെയ്തതെന്ന്. നമ്മൾ ആ ലാസ്റ്റ് വെർബിന്റെ ആ ലാസ്റ്റ് വേർഡ് സ്റ്റോപ്പ് എന്നാണ്, ക്രോപ്പ് എന്നാണ്, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ED ചേർത്തു. അപ്പൊ സ്റ്റോപ്പ് എന്തായി, സ്റ്റോപ്ഡ് അല്ലെ. സ്റ്റോപ്പ് എന്തായി, സ്റ്റോപ്ഡ്. STOPPED ആയി, സ്റ്റോപ്ഡ്. ദെൻ ക്രോപ്പ് ആവുമ്പോ ക്രോപ്ഡ്, CROPPED, ക്രോപ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, മീറ്റ്, ഗേവ് അല്ലെ. ഇത്തരത്തിലുള്ള വേർഡ്സുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. മീറ്റ് എന്നതിന്റെ എന്താണ്, മെറ്റാണ്. ഗീവ് എന്നതിന്റെ ഗാവ്. ഗോ എന്നതിന്റെ ആണെങ്കിലോ ഗോ, വെന്റ്. കം, കെയിം. ഇങ്ങനെ ചില വേർഡ്സുകൾ ഉണ്ട്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതുപോലുള്ള വേർഡ്സുകളെ നമുക്ക് പാസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡി അല്ലെങ്കിൽ ED ചേർത്ത് കൊടുത്താൽ മതി. ചില വേർഡ്സിന് എന്താണ്, നമ്മളെ ലാസ്റ്റ് ഉള്ള വേർഡ് ഒന്ന് ഇരട്ടിച്ചതിന് ശേഷം മാത്രം എന്ത് കൊടുക്കുക, ED ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയാനുള്ളൂ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാമറിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ട് ചെക്ക് യുവർ പ്രോഗ്രസ് 8 നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം നിങ്ങൾ ആ ആക്ടിവിറ്റി ചെയ്ത് നോക്കുക. അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ സെയിം പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ്സിലെ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. കംപ്ലീറ്റ് ദ പോസ്റ്റ് കാർഡ് യൂസിങ് ദ പാസ്റ്റ് സിമ്പിൾ ഫോം ഓഫ് ദ വെർബ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സിൽ കുറച്ച് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിലെ വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള ആ ഒരു ലെറ്റർ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ലിസണിങ് പ്രസൻറ്റേഷൻ ഓൺ ബോഡി ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ലിസൺ ചെയ്യാനായിട്ടുള്ള ഒരു ലിസണിങ്ങിനെ കുറിച്ചിട്ട്, അതായത് പ്രസൻറ്റേഷൻ ഓൺ ബോഡി ലാംഗ്വേജ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു കേൾക്കാനുള്ള ഒരു കാര്യമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ പോയിന്റ്സുകളാണ് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, നമുക്കതൊന്ന് പറയാം. ഓക്കെ, സോ ലിസൺ. ഫസ്റ്റ് അതിൽ പറഞ്ഞിട്ടുള്ളത് ബോഡി ലാംഗ്വേജ് നോട്ടീസ്ഡ് ബൈ എവറിബഡി ബട്ട് ഈസ് നോട്ട് ഓൾവേസ് ഗിവൺ ഇനഫ് അറ്റൻഷൻ അല്ലെ. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ബോഡി ലാംഗ്വേജ് നോട്ടീസ്ഡ് ബൈ എവറിബഡി അല്ലെ. നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ശ്രദ്ധിക്കുന്നതാണ് എന്ത്, ബോഡി ലാംഗ്വേജ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് ഗിവൺ ഇനഫ് അറ്റൻഷൻ. പക്ഷെ അതെന്തില്ല, നമുക്ക് നല്ല അറ്റൻഷൻ കിട്ടുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. We sometimes ignore it and try to hide behind words, but we should never forget that we cannot fool everyone. അല്ലെ, എന്താ പറയുന്നത്, ചില സമയത്ത് നമ്മൾ അതൊന്ന് ഇഗ്നോർ ചെയ്യാറുണ്ട്, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യാറുണ്ട് അല്ലെ, വേർഡ്സുകൾ കൊണ്ട് അത് ഹൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. Then children react to body language because they experience the world enough in അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്, കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്, ദേ റിയാക്ട് ടു ബോഡി ലാംഗ്വേജിൽ. ചിൽഡ്രൻ റിയാക്ട് ടു ബോഡി ലാംഗ്വേജ് ബിക്കോസ് ദേ എക്സ്പീരിയൻസ് വേർഡ് ഇനഫ് ഇന്റൻഷൻ അല്ലെ. എന്താണ് അവർക്ക് എന്താണ്, കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് എന്താ വരുന്നത്, ബോഡി ലാംഗ്വേജ് ആണ് അവര് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും കൺവേ ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പൊ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്യാറുണ്ട്, അവരവരുടെ ബോഡി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യാറുള്ളത് അല്ലെ. ദെൻ നെക്സ്റ്റ് വരുന്നത് a way to learn body language is to watch television with the sound turned off and try to interpret what is being said simply from reading body language അല്ലെ. ഇനി ഒരു ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഏറ്റവും എളുപ്പം, ടെലിവിഷൻ വാച്ച് ചെയ്യാം. എങ്ങനെ, അതിന്റെ വോയിസ് റെഡ്യൂസ് ചെയ്തിട്ട്, അതായത് മാക്സിമം കുറച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഇത് വാച്ച് ചെയ്യാം, പ്രോഗ്രാം വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും, ബോഡി ലാംഗ്വേജ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. ദെൻ യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ് ഹ്യൂമൻസ് സേ എ ലോട്ട് വിത്ത് ദ മൗത്ത് വിച്ച് ഈസ് കോൺട്രാക്റ്റഡ് ബൈ ദ ബോഡി ഗസ്റ്റേഴ്സ് ആൻഡ് അതർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. എന്താ പറയുന്നത്, യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ് അല്ലെ, നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എങ്ങനെ, ഹ്യൂമൻ
സേ എ ലോട്ട് വിത്ത് ദർ മൗത്ത്. ആളുകൾ മനുഷ്യന്മാരെപ്പോഴും എന്താ ചെയ്യുന്നത്, അവരുടെ മൗത്ത് കൊണ്ട് പറയാണ്, കൂടുതലായിട്ട് പറയാണ് ചെയ്യുന്നത്. വിച്ച് ഈസ് കോൺട്രാക്റ്റഡ് ബൈ ദർ ബോഡി ഗസ്റ്റേഴ്സ് ആൻഡ് അതർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അല്ലെ, അതെന്താണ്, നമ്മുടെ ബോഡി ഗസ്റ്റേഴ്സും മറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനലുമായിട്ട് ഒരു കോൺട്രാക്ട് ബേസിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ മൗത്ത് കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മളിൽ എന്തുണ്ടാവാറുണ്ട്, ഐ മൂവ്മെന്റ്സും ബോഡി മൂവ്മെന്റ്സ്, ഹാൻഡ് മൂവ്മെന്റ്സ്, ഹെഡ് മൂവ്മെന്റ്, ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. അതെല്ലാം കൂടി വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് സക്സസ് ആവുള്ളൂ. ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് സക്സസ് ആവണമെങ്കിൽ ബോഡി ലാംഗ്വേജ് ഈസ് മസ്റ്റ്. അല്ലെ, ബോഡി ലാംഗ്വേജ് എന്താണ്, മസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് 9ാമത്തതൊന്നും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. Listen to the following presentation on body language carefully and fill in the blank space in the exercise with appropriate words or phrase. You may listen to the audio as many times as you require. അല്ലെ, അപ്പൊ അതൊരു ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ജസ്റ്റ് അതിന്റെ ആ ഒരു പോയിന്റ്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആൻസേഴ്സ് കൊടുത്ത ഭാഗത്തുണ്ടായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ 3-4 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതുപോലെ വരുന്നത് എന്താണ്, ഡിസ്ക്രൈബിങ് ബോഡി ലാംഗ്വേജ്. ഡിസ്ക്രൈബിങ് ബോഡി ലാംഗ്വേജ്, എന്തൊക്കെയാണ് ബോഡി ലാംഗ്വേജ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് അത് എന്താണെന്നുള്ളത് ഒന്ന് റീഡ് ചെയ്യാം. റൈറ്റിംഗ് സ്കിൽസ്, ഡിസ്ക്രൈബിങ് ബോഡി ലാംഗ്വേജ്. ഇനി നമ്മളോട് ബോഡി ലാംഗ്വേജിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലെന്താ പറയണേ നോക്കാം. അല്ലെ, അത് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് 10th ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കൂ. ഒബ്സർവ് എനി വൺ പേഴ്സൺ അറ്റ് യുവർ വർക്ക് പ്ലേസ് ഓർ അറ്റ് യുവർ സ്റ്റഡി സെന്റർ, ഇൻ യുവർ ഹോം, at your college, at the bus stop. Describe him or her briefly. Note his or her body language very carefully and write about it in your notebook under the following heads. അല്ലെ, അപ്പൊ എന്താണ്, താഴെ നമ്മൾ ഒരു എന്താ പറയാ, ഒരാളെ ബോഡി ലാംഗ്വേജിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വാച്ച് ചെയ്യണം. അത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, കൂടെ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളായിക്കോട്ടെ, നൈബർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അല്ലെ, ഏതായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇനി എന്തെല്ലാം രീതിയിലാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ആയിരിക്കണം, ടോൾ ആണോ, ഷോർട്ട് ആണോ, ഫെയർ, തിന്ന്, ഗുഡ് ലുക്കിംഗ് എക്സെട്ര. ഈ രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ, ഹാൻഡ് മൂവ്മെന്റ്, ഐ മൂവ്മെന്റ്, ഡ്രസ്സ്, ഹാബിറ്റ്സ്. അപ്പൊ ഇതിൽ എന്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് എന്താന്നുള്ളത് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ആവുമ്പോൾ അദ്ദേഹം ടോൾ ആണോ, അല്ലെങ്കിൽ ഹി ഓർ ഷീ വട്ട് എവർ ഇറ്റ് ഈസ്, ടോൾ ആണോ, ഷോർട്ട് ആണോ, അതുപോലെ ഫെയർ, തിൻ, ഗുഡ് ലുക്കിംഗ് എക്സെട്ര. ഈ രീതിയിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഇതിലെന്താ വരുന്നത് നോക്കൂ. വാട്ട് ഹി ഓർ ഷീ കൺവേസ് ഇൻ വേർഡ്സ് വെൻ യു ടോക്ക് ടു ഹിം ഓർ ഹെർ, ലൗഡ് ഓർ സോഫ്റ്റ് സ്പോക്കൺ. അവരും നമ്മളുമായിട്ട് കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളോട് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത്, എങ്ങനെയാണ് ലൗഡ് ആയിട്ടാണോ അതോ സോഫ്റ്റ് ആയിട്ടാണോ സ്പോക്കൺ ചെയ്യാറ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ വെർബൽ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ വരുന്നത്, നോട്ട് വാട്ട് ഹി ഓർ ഷീ കൺവേ ത്രൂ ബോഡി മൂവ്മെന്റ്, പോസ്ചർ, ഐ മൂവ്മെന്റ് എക്സെട്ര. ഓക്കെ, അപ്പൊ അതിൽ വരുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് എന്താണ്, he or she conveys through body movement or posture, eye movement etc. Okay, then next വരുന്നത് hand movement ആണ്. Do the hand or gestures make a statement? കൈകൾ കൊണ്ടോ എന്താണ് ഗസ്റ്റേഴ്സ് കൊണ്ടോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ മേക്ക് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then what does she or he do with her hand while talking to you about something? നിങ്ങളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർ കൈകൾ കൊണ്ട് എന്താണ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഐ മൂവ്മെന്റ് ആണ്. ഐ മൂവ്മെന്റ് എങ്ങനെയാണ്, വാട്ട് ഡു ദ ഐസ് കൺവേ? അവരുമായി സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ എന്താണ് കൺവേ ചെയ്യുന്നത്. ഫ്രൂട്ടീവ്നെസ്, ഷെയർഡ്നെസ്, കൈൻഡ്നെസ്, സിൻസിയാരിറ്റി, ഇതിൽ ഏതാണ് വരുന്നത് എന്നാണ് പറയുന്നത്. Then dress. How does she or he dress? എങ്ങനെയാണ് അവര് വസ്ത്രം ധരിക്കാറുള്ളത്. Does it convey something about him or her as a person? അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അത് പറയാറുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാറുണ്ടോ. About her like and dislike, അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും. About the impression he or she wants to make on others,
മറ്റുള്ളവരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ അവരെന്താണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് അവരുടെ ഇംപ്രഷൻ കിടക്കുന്നത്. കളേഴ്സ് ഹി ഓർ ഷീ വെയേഴ്സ്, ഡു ദേ കൺവേ സംതിങ് ടു യു, അവർക്ക് ഇഷ്ടപ്പെട്ട കളറുകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് കൺവേ ചെയ്യാറുണ്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാബിറ്റ് ആണ്. ഹാബിറ്റ്സ്, വാട്ട് ഷീ ഓർ ഹി ലൈക്സ് ടു ഡു, ways of behavior observed by you while speaking to you. അല്ലെ, എന്താണ് ഇനി അവരുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. അത് നമുക്ക് എന്താണ് അവരോട് കൂടുതലായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ, ഒരു കോൺവെർസേഷൻ മേക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. ദെൻ ബോക്സിൽ കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ട് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ഒരാളെ കുറിച്ചിട്ട് നിങ്ങളോടൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്ന ഭാഗങ്ങൾ. ഇനി ജസ്റ്റ് അതിലൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എക്സാമിന് വരാവുന്ന ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിപ്ഷൻ എഴുതാനുണ്ടായിരിക്കാം, ആളുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പോയിന്റ്സുകൾ തരും, ഇന്ന പോലെയാണെന്ന് പറഞ്ഞ് നമുക്ക് ഹിൻസ് തന്നിട്ട് അതിനെ ഒരു ഡിസ്ക്രിപ്ഷൻ ആക്കിയിട്ട് എഴുതാനുണ്ടായിരിക്കാം. അതുപോലെ ഗ്രാമർ ഭാഗം, സിമ്പിൾ പ്രസന്റ് ഫോം ബ്രാക്കറ്റിൽ വേർബ് തന്നിട്ട് അതിന്റെ സിമ്പിൾ പ്രസന്റ് ഫോമിൽ എഴുതാനുണ്ടായിരിക്കും. അതുപോലെ എന്താണ് ലിസണിങ്ങിന് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്, ലിസണിങ് സ്കില്ല് എങ്ങനെയാണ് നമ്മൾ ലിസൺ ചെയ്യേണ്ടത് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോക്സിൽ തന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് ബോഡി ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷനിന് വേണ്ട കുറച്ച് ബോഡി ലാംഗ്വേജുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Following are some examples of body language and what each example communicates to other people. ഓരോ ഇവിടെ തന്നെ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയാ നോക്കി നോക്കൂ. Arms crossed to the chest, nail biting, hand placed on the cheek, tapping or drumming the fingers, head titled to one side, touching the nose, then rubbing the hand together briskly, placing the tips of the fingers together, palms open facing upward, head in hand, locked ankles, standing up straight, shoulders back, stroking of the beard or chin, then pulling of the ear. These all are the body language for communication. ഇതൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ബോഡി ലാംഗ്വേജുകൾ, ശ്രദ്ധിക്കേണ്ട ബോഡി ലാംഗ്വേജുകളാണ്. അപ്പൊ ഇത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. Arms crossed over the chest. അതെന്താണ്? ദിസ് example of body language can indicate that a person is being defensive. It can also demonstrate that the individual with crossed arms disagrees with the opinions or actions of the individual with whom they are communicating. ഓക്കെ, അപ്പൊ അതാണ് അതിൽ വരുന്നത്. അതായത് എന്താണ്, ഇറ്റ് ക്യാൻ ആൾസോ ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ വിത്ത് ക്രോസ്ഡ് ആംസ് ഡിസഗ്രീസ് ദ ഒപ്പീനിയൻ ഓർ ആക്ഷൻ. ഡിസഗ്രീ വിത്ത് ദ ഒപ്പീനിയൻ ഓർ ആക്ഷൻ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ദെൻ നൈൽ ബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈൽ ബിറ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ഹാബിറ്റ് ദാറ്റ് ക്യാൻ ഡെമോൺസ്ട്രേറ്റ് സ്ട്രെസ്, നെർവസ്നെസ്, ഇൻസെക്യൂരിറ്റി. ഓഫൻ ടൈംസ് പീപ്പിൾ ബൈറ്റ് ദർ നെയിൽസ് വിതൗട്ട് ഈവൻ റിലീസിങ് ഇറ്റ്. അല്ലെ, നമ്മളെന്താണ്, ഒരു ബാഡ് ഹാബിറ്റ് ആണത്. നമുക്ക് വല്ല ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ നഖങ്ങൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അല്ല, അതൊരു ബാഡ് ഹാബിറ്റ് ആണ്. അപ്പൊ അത് ചെയ്യാതിരിക്കുക, ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. പക്ഷെ അതെന്താണ്, നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിൽ പെടുന്ന ഒന്നാണ്. ഓക്കെ, എന്താണ് ആ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ നെർവസ്, ഡെമോൺസ്ട്രേറ്റ് സ്ട്രെസ്, നെർവസ്, ഇൻസെക്യൂരിറ്റി, ദീസ് ഓൾ ആർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഹാൻഡ് പ്ലേസ്ഡ് ഓൺ ദ ചീക്ക്. കൈ ഇങ്ങനെ കവളത്ത് വെച്ചിരിക്കുക. അല്ലെ, ദിസ് ഈസ് എക്സാമ്പിൾ ഓഫ് ബോഡി ലാംഗ്വേജ് ക്യാൻ ഇൻഡിക്കേറ്റ് ദാറ്റ് എ പേഴ്സൺ ഈസ് ലോസ്റ്റ് ഇൻ ടു തോട്ട്. അല്ലെ, എന്താണ്, അദ്ദേഹം എന്തെങ്കിലും നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചീക്കിൽ കൈ കൊടുത്തിട്ട് ഇരിക്കുന്നത്. അല്ലെ, ഇറ്റ് ഈസ് അക്കമ്പൈൻഡ് ബൈ എ ഫോർഡ് ബോറോ വിച്ച് ഫർദർ ഡെമോൺസ്ട്രേറ്റ് ഡീപ് കോൺസെൻട്രേഷൻ. അതുപോലെ എന്താണ്, നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതിൽ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇരിക്കും എന്നാണ് പറയുന്നത്. Then tapping or drumming the fingers. Fingers tapping demonstrate that a person growing impatient or tired of waiting. അല്ലെ, നമ്മൾ എന്താണ്, വെയിറ്റ് ചെയ്ത് ടയേർഡ് ആയി, അതിനൊക്കെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, ടാപ്പിംഗ്, ഡ്രമ്മിങ് ദ ഫിംഗേഴ്സ്. ഓക്കെ, ദെൻ ഹെഡ് ടൈറ്റിൽഡ് വൺ സൈഡ്. അതാവുമ്പോഴോ, എ ടൈറ്റിൽഡ്
Head demonstrate that a person is listening keenly or is interested in what is communicated. അല്ലെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് എന്താ പറയുക, നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ് ടൈറ്റിൽഡ് വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക് തന്നെ ഹെഡ് വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, then touching the nose. When someone touches or rub their nose, it can signify a number of things. It can be a signal of disbelief or rejection, or it can also demonstrate an individual being untruthful about what they are saying. Okay, അപ്പൊ ഈ രീതിക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോസിൽ ടച്ച് ചെയ്താൽ വരുന്നത്. ഓക്കെ, then rubbing the hand together briskly. എന്താണ്, നമ്മൾ കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്യാറുണ്ട്, രണ്ട് കൈ അല്ലെ. This can show that a person's hand are cold. കൈകൾ നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്യാറുണ്ട്. It is also a way of communicating that an individual is excited for something or is waiting anticipation. Okay, then next വരുന്നത് placing the tips of the fingers together. അല്ലെ, അതെന്താ വരുന്നത്, stapling of the fingers or placing the tip of them together is a എന്താ വരുന്നത്, demonstration of control and authority. This type of body language can be used by bosses or authority figures of subtly demonstrate that they are running things. Okay, then next വരുന്നത് palms open facing upward. കൈകൾ ഇങ്ങനെ മലർത്തി വെച്ചിരിക്കുക അല്ലെ. An open palm is a sign of openness and honesty. അതെന്താണ്, ഓപ്പൺനെസ്സിനെയും ഹോണസ്റ്റിയെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് palm open. It can be show of submission in older days when many people carried weapon. This was used to show that they were not ഹോൾഡിംഗ് വൺ. അതുപോലെ എന്താണ്, നമ്മുടെ കൈകളിൽ ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ ഈ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠന സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ, വിഷ് ചെയ്യുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ എന്തിനായിരുന്നു, നമ്മുടെ കൈകളിൽ ഒന്നുമില്ല, നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാംസ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കാറുണ്ട്. Then sign of submission and respect. Okay, then head in hands. Yet another example of body language that might mean a number of things. The head in hand move can demonstrate boredom. അല്ലെ, നമുക്ക് ബോറായി എന്നുള്ളത് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തലയിൽ കൈ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, it might show that a person is upset or ashamed and does not want to show their face. അല്ലെ, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, തലയിൽ കൈ ഇങ്ങനെ വെച്ച് ഇരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. Then locked ankles. When the ankles are locked together, either while standing or seated, it can communicate nervousness or അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മള് ലോക്ക്ഡ് ആംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെർവസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആംഗിൾസ് ഒക്കെ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നത്. Then standing up straight, shoulders back. അതെന്താ വരുന്നത്, this position shows that a person is feeling confident of him or herself. അല്ലെ, എന്താ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കോൺഫിഡൻസിൽ ഇരിക്കുകയാണ് എന്നുള്ളത് കാണിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരത്തിൽ ഇരിക്കുന്നത്. ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് ബാക്കിലേക്ക് ആക്കി നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ദെൻ സ്ട്രോക്കിംഗ് ഓഫ് ബിയേർഡ് ഓർ ചിൻ. നമ്മളിങ്ങനെ എന്താ പറയാ, താടിയിലൊക്കെ അങ്ങനെ ഒന്നാക്കുക, ചിന്നിലൊക്കെ മീശയിൽ എന്താ പറയാ, ഇതൊക്കെ നമ്മളിങ്ങനെ തൊടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, when one stroke the chin or he or she communicating deep thought, such a motion is often used unintentionally when an individual is trying to come to a decision about a matter. നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ താടിയൊക്കൊഴിയും ജസ്റ്റ് കവളൊക്കെ ഒന്ന് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നതാണ് പുള്ളിങ് ഓഫ് ദ ഇയർ. പീപ്പിൾ ഓഫൺ പുൾ ദ ലോബ്സ് ഓഫ് one of their ear when they are attempting to make a decision but remain indecisive. This motion demonstrates the inability to come to a conclusion. അല്ലെ, ഒരു സംഭവത്തിന് നമുക്കൊരു കൺക്ലൂഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഇയർ പുള്ളി ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മേ ബി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ബോഡി ലാംഗ്വേജുകൾ അല്ലെ. അപ്പൊ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. So I'm going to wind up. We can see in our next class with a new unit. Thank you.